ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും SR ബനാന ആൻഡ് വെജിറ്റബിൾ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യുന്ന വീഡിയോ എന്ന് പറഞ്ഞാൽ വാഴ നട്ടിട്ട് വാഴേനുള്ളിൽ ഇൻ്റർക്രോപ്പായിട്ട് വാട്ടർ മെലോൺ ചെയ്തതിൻ്റെ വീഡിയോ ആണ് നമ്മൾ ചെയ്യുന്നത്. ഓൾറെഡി ഇതിനുള്ളിൽ വാഴ നട്ടിട്ടുണ്ട് നമ്മൾ. അതായത് സ്ഥലം ഉഴുതു മറിച്ച് ലെവലാക്കി അതിനുശേഷം റോട്ടേറ്റർ അടിച്ച് മണ്ണെല്ലാം പൊടിച്ച് സെറ്റാക്കി 6 അടി അകലത്തിൽ നമ്മളെന്താക്കിയിട്ടുണ്ട്, ഇതിനുള്ളിൽ വാഴ നട്ടിട്ടുണ്ട്. വാഴ നട്ടതിന് ശേഷം ട്രാക്ടർ ഇറക്കിയിട്ട് തിരിച്ച് ബെഡ് അടിച്ച് 6 അടിക്ക് അകലത്തിൽ വാഴ നട്ടതിന് ശേഷം അതിനുള്ളിൽ ട്രാക്ടർ ഇറക്കിയിട്ട് ഒരു വീല് ഇപ്പുറത്തും ഒരു വീല് ഇപ്പുറത്തും ആക്കിയിട്ടിട്ട് വിട്ടിട്ട് ബെഡ് അടിച്ച്. ബെഡിൻ്റെ വീതി ഏകദേശം 3 അടി വീതി ബെഡ് അടിച്ച്. ബെഡ് അടിച്ചതിന് ശേഷം നമ്മളതിൽ ഡബിൾ ലൈൻ ഡ്രിപ്പ് ഇറിഗേഷൻ ചെയ്തു. എന്നുവെച്ചാൽ സിംഗിൾ ലൈന് വെള്ളം ചിലപ്പോൾ ഒരു ഹോൾസൊക്കെ അടഞ്ഞു കഴിഞ്ഞാൽ വെള്ളം മതിയാകാണ്ടായി പോകും. അപ്പോൾ ഡബിൾ ലൈൻ ഡ്രിപ്പ് ഇറിഗേഷൻ ചെയ്തു. ഡബിൾ ലൈൻ ഡ്രിപ്പ് ഇറിഗേഷൻ ചെയ്തിട്ട് വാട്ടർ മെലോൺ ചെയ്യേണ്ടതുകൊണ്ട് നമ്മൾ എന്താക്കിയെന്ന് വെച്ചാൽ സിംഗിൾ സൂപ്പർ ഫോസ്ഫേറ്റും മൈക്രോ ഫുഡും ഫ്യൂരിഡാനും കൂടിയിട്ട് മിക്സ് ആക്കിയിട്ട് ബെഡിൽ വീശി. കാരണം എന്ന് വെച്ചാൽ ഫ്യൂരിഡാൻ എന്തിനിട്ടെന്ന് വെച്ചാൽ ഉറുമ്പ് വന്നിട്ട് ഈ വാട്ടർ മെലോണിൻ്റെ തൈകൾ നടുന്നത് നശിപ്പിച്ച് കളയും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ടിമിറ്റ് ഫ്യൂരിഡാനല്ല, ശരിക്കും അത് ക്ലോറിഫോരിഫോസിൻ്റെ 10G എന്ന് പറഞ്ഞ ഗ്രാനുവൽ ഫോമിൽ വരുന്ന സാധനമാണ് ക്ലോറിഫോരിഫോസിൻ്റെ. അതും മൈക്രോ ഫുഡും സിംഗിൾ സൂപ്പർ ഫോസ്ഫേറ്റും എന്നുവെച്ചാൽ വേരിന് നല്ല സ്മൂത്തായി വേര് വളരാൻ വേണ്ടിയിട്ടാണ് ഈ SSP സിംഗിൾ സൂപ്പർ ഫോസ്ഫേറ്റും കൂടി മിക്സ് ആക്കിയിട്ട് ബെഡിൽ തൂളി ഡ്രിപ്പ് ചെയ്തതിന് ശേഷം ബെഡിൽ തൂളി എന്നിട്ട് ഒരു നനച്ചിട്ട് അതിന് ശേഷമാണ് നമ്മൾ എന്താക്കിയിരിക്കുന്നത് മൾച്ചിങ് ഷീറ്റ് ഇട്ടിരിക്കുന്നത്. മൾച്ചിങ് ഷീറ്റ് എന്ന് പറഞ്ഞാൽ 4 അടി വീതിയുള്ള മൾച്ചിങ് ഷീറ്റാണ്. അതിൽ റെഡിമെയ്ഡ് 1.25 അടിക്ക് ഹോൾസ് വരുന്നുണ്ട് മൾച്ചിങ് ഷീറ്റിൽ. നമ്മൾ 1.25 അടിക്കാണ് ബത്തക്കേൻ്റെ തൈ നടുന്നത്. ഒരു ഏക്കറിൽ ഏകദേശം 4500 തൈയോളം നടുന്നുണ്ട് നമ്മൾ. അപ്പോൾ 1.25 അടിക്ക് നമ്മൾ എന്താക്കിയെന്ന് വെച്ചാൽ ബത്തക്കേൻ്റെ തൈ നട്ടു. ഇതുണ്ടോ, കലാഷിൻ്റെ മെലഡി എന്ന് പറയുന്ന വെറൈറ്റിയാണ് ഞാൻ നട്ടിരിക്കുന്നത്. ഇത് നട്ടത് വൈകുന്നേരമാണ് നട്ടിരിക്കുന്നത്. അതായത് 7-ാം തീയതി വൈകുന്നേരമാണ് നമ്മൾ നട്ടിരിക്കുന്നത്. ജനുവരി 7-ാം തീയതി 2025 7-ാം തീയതി വൈകുന്നേരം നട്ടിരിക്കുന്നത്. അപ്പോൾ ഇന്നലെ വൈകുന്നേരം നട്ട് അതിനുശേഷം നമ്മളതിന് ചോട്ടിൽ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തായിരുന്നു. എന്നാ വെച്ചാൽ ഇല്ലെങ്കിൽ ചിലപ്പോൾ തൈ ഉണങ്ങിപ്പോകാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട്. അപ്പം ഒരു രാത്രി ഒരു പകലും തൈ നട്ടതിന് ശേഷം അത് നിലനിന്ന് കഴിഞ്ഞാൽ പിന്നെ തൈ പോകില്ല. പിന്നെ അത് അവിടെ വേര് സെറ്റാവും. തൈ നടുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ നഴ്സറിയിൽ വിത്ത് മേടിച്ച് കൊടുത്തിട്ട് നഴ്സറിയിൽ പാകി ഒരു 13 ദിവസം ആകുമ്പോൾ നഴ്സറിയിൽ നിന്ന് എടുക്കും. നമ്മൾ നഴ്സറിയിൽ നിന്ന് എടുത്തിട്ട് ഒരു 3 ദിവസം 4 ദിവസത്തോളം നമ്മൾ നമ്മുടെ സൈറ്റിൽ കൊണ്ടുവന്ന് വെച്ചിട്ട് നല്ല വെയിലത്ത് കൊണ്ടുപോയി വെക്കും. എന്ന് വെച്ചാൽ അത് ക്ലൈമറ്റുമായിട്ട് പൊരുത്തപ്പെടാൻ വേണ്ടിയിട്ട് വെയിലത്ത് കൊണ്ടുപോയി വെച്ചിട്ട് ഒരു 1.5-2 മണിക്കൂർ വെച്ചിട്ട് നനച്ച് കൊടുക്കും. നനച്ച് കൊടുത്ത് നമ്മുടെ കാലാവസ്ഥയായിട്ട് പൊരുത്തപ്പെടുത്തി എടുത്തതിന് ശേഷം മാത്രമാണ് നമ്മൾ തൈ നടുന്നത്. എന്നാൽ പോലും കുറേ തൈകളൊക്കെ പോയി പോകും. അതിന് ശേഷം നമ്മൾ നട്ട് പിറ്റേന്ന് രാവിലെ തന്നെ പോയ തൈകൾ പിന്നെയും ഒന്ന് മാറ്റി റെഡിയാക്കി എടുക്കലാണ് സാധാരണ ചെയ്യാറ്. ഇതിപ്പോൾ 6 ഏക്കർ സ്ഥലമാണ് ഉള്ളത്. ഒരേക്കറിൽ ഏകദേശം ഒരു 4500 തൈയോളം പോവും. അങ്ങനെയാണ് നമ്മൾ നടൽ. കലാഷിൻ്റെ മെലഡി എന്ന് പറയുന്ന വെറൈറ്റിയാണ് നടുന്നത്. ഇത് 58 ദിവസം 60 ദിവസത്തിൽ വിളവെടുക്കാവുന്നതാണ്. അത്ര ദിവസത്തിൻ്റെ സമയത്തിൻ്റെ ആവശ്യമുള്ളൂ.